യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വളർച്ച, അതിൻ്റെ സമ്പദ്ഘടന തന്നെ ഇല്ലാതാക്കി കളയും. കാര്യം ഞാൻ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, 2023 ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിഭയാനകമായിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത്. കാര്യം കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ നമുക്കത് കണ്ണിൽ കാണാൻ പറ്റും. ആ രീതിയിലായിരുന്നു ഇസ്രായേലിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. പക്ഷേ ഒക്ടോബർ 7 ശേഷം വളർച്ച മുരടിച്ചു പോയി. ഇപ്പം ഒന്ന് സ്റ്റാൻഡായെന്ന് പറയുമ്പം ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ആൾക്കാരെ ഇറക്കി, ഒത്തിരി ആൾക്കാരെ ഇറക്കി പണി ചെയ്തു തുടങ്ങി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വളർച്ച ഇമ്പാക്റ്റ് ഇല്ല. അത് വല്ലാത്തൊരു ഇമ്പാക്റ്റായിരുന്നു. കാര്യം നമുക്കത് കണ്ണിൽ കാണാൻ പറ്റും അവർ വളർന്നു പോകുന്ന കാര്യം. കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ മാരി ഇവിടെ അടിച്ചിട്ട് പോലും ജനങ്ങൾക്കെല്ലാവർക്കും 3 ഡോസ് മാസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിൽ, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, മാസ്റ്റർ ഡോസ് എന്ന് പറയുന്ന 3 ഡോസ് ഇവർ വാക്സിൻ കൊടുത്തു ഫ്രീ ആയിട്ട് എല്ലാ ജനങ്ങൾക്കും. വിദേശികൾക്കും ഇവിടെ വർക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ എന്തെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനും മാസ്ക് വെച്ചിട്ട് പുറത്തിറങ്ങാനും നല്ല രീതിയിൽ പണി ചെയ്യാനും ഒക്കെ പറ്റി. അങ്ങനെ 50,000 വീടുകളാണ്, വീടുകളല്ല വില്ല, കെട്ടിടങ്ങൾ. ഓരോ കെട്ടിടത്തിലും 9, 10, 15 ഒക്കെ ഫ്ലോറുകളാണ്. ഓരോ ഫ്ലോറിലും 4, 6, 8 ഒക്കെ വീടുകളാണ്. അങ്ങനെ ആ ഒരു തരിശായ ഭൂമിയിൽ അവർ 50,000 ബിൽഡിങ്ങുകളാണ് പണിത് ഉയർത്തിയത്. ഇപ്പം അതിന് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഒരു ഭയങ്കര രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 ഒക്ടോബർ 7 മുമ്പെന്ന് പറയുമ്പോൾ എൻ്റെ അഷ്കലോണിൽ തന്നെ നമുക്ക് ഭയങ്കര നമുക്ക് കാണാൻ പറ്റും. കടൽ തീരത്തൊക്കെ യൂറോപ്യൻ രീതിയിലുള്ള പാർക്കുകളും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്, ഒത്തിരി കിലോമീറ്റർ കണക്കിന്. അത് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അത് മുരടിച്ച് കളഞ്ഞു, ആ ഒരു വളർച്ച മുരടിച്ചു. കാര്യം അവർ അറബികൾ ഉണ്ടായിരുന്നു ഇവിടെ. അവർ അതായത് ഗാസൻകാർ അല്ലെങ്കിൽ ഹെബ്രോനിലുള്ള, അതായത് നമ്മുടെ ഇവിടുത്തെ ഇസ്രായേലിലുള്ളതിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന അറബികൾ വന്നാണ് ഇവിടെ അവരൊക്കെ നല്ല ഉരുക്കും മനുഷ്യന്മാരാട്ടോ, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. കാര്യം അത്ര അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഗാസയിൽ തന്നെ 7 ഫ്ലോറ്, അതായത് ഗാസ മുകളിലാണെങ്കിലും അതിൻ്റെ അടിയിൽ 7 ഗാസയാണ് താഴെ ഇരിക്കുന്നത്. 7 ഗാസ, ഒരു ഗാസ മുകളിൽ അതിൻ്റെ താഴെ 7 ഗാസയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. 500 കിലോമീറ്റർ കണക്കിനാണ് അവർ കെട്ടിടങ്ങൾ അതിൻ്റെ അടിയിൽ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയ്ക്കും അവരെ തകർക്കാൻ പറ്റാത്തത്. അപ്പോൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നവരാണ് ഇവർ. കാര്യം എൻ്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ്, ഒരു ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമ്മൾ പയ്യന്മാരെ വിളിച്ചു, കയറ്റാൻ പറ്റിയില്ല. പക്ഷേ ഇവർ 2 പേര് നിന്ന് 5 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അരമണിക്കൂർ നിന്ന് തപ്പി കയറാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം 5 മിനിറ്റ് കൊണ്ട് ഒരു കയറ്റി വെച്ചിട്ട് പോയി. അതേപോലെയാണ് ഇപ്പോൾ അത്ര നല്ല ആരോഗ്യബലമുള്ളവന്മാരാണ് സത്യം. ഞാനത് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അവന്മാരെ സമ്മതിക്കണം കേട്ടോ, നല്ല ആരോഗ്യമുള്ള പയ്യന്മാരാണ്. അപ്പോഴങ്ങനെ അവന്മാർ കഷ്ടപ്പണി ചെയ്തിട്ടുണ്ട്. ആ ഒരു പണി ഇവിടെ നിന്ന് ഇന്ത്യക്കാരിൽ നിന്നും പിന്നെ ശ്രീലങ്കയിൽ നിന്നും ചൈനക്കാരിൽ നിന്നും ഫിലിപ്പീൻ, തായ്ലൻഡ്, എങ്ങനെ എല്ലാവരെയും വരുത്തി നോക്കി, നടക്കുന്നില്ല. അത്രയും ഒരു പവർ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല പല രാജ്യങ്ങൾ അങ്ങനെ. പക്ഷേ അത് ഞാൻ പറഞ്ഞത് കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഇതാ ഇപ്പം കാശ്മീരിൽ ഭീകരാക്രമണം നടന്നിരിക്കുകയാണ്. ഇതിന് തക്കതായിട്ടുള്ള അടി കൊടുക്കുക. പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് പോവാതെ ഇതിന് പ്രതിവിധി കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുക. നമ്മളെ ഇതിലാരാണോ ഇത് ചെയ്തത് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ നശിപ്പിക്കുക. ഇനി ഒരിക്കലും ഒരുത്തനും ഇന്ത്യ ആക്രമിക്കരുത്. അതിന് മാത്രം തക്കതായിട്ടുള്ള ഇത് ചെയ്യുക. കാര്യം ഞാൻ പറയാൻ കാര്യം, ഇതിപ്പോൾ അവന്മാർ വന്ന് വിദേശ ടൂറിസ്റ്റുകളെ വന്നിട്ട് ഇവർ ആക്രമിച്ചു. ഇതേ രീതിയായിരുന്നു ഇവർ ആദ്യം തുടങ്ങിയത്. ഈ ഗാസയിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നും ഈ ഹമാസ് തീവ്രവാദികൾ മുസ്ലിങ്ങളെയല്ല ഞാൻ പറയുന്നത്, തീവ്രവാദികൾ, അതായത് മതം തരക്കി ഏർപ്പിടിച്ചിട്ടുള്ള തീവ്രവാദികൾ. അതിപ്പം വന്നിട്ട് ആദ്യം കത്തിയിട്ട് കുത്തി നോക്കി. ഇത് 2008 ശേഷമുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവർ ആദ്യം വന്ന് കത്തിയിട്ട് കുത്തി നോക്കും. ഇപ്പം ഒരാൾ മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ കൂടെ സാധാരണ ജനങ്ങളായിട്ട് വരും, വന്നിട്ട് കത്തിയിട്ട്
അത് പട്ടാളക്കാരനായിട്ട്, കാര്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവരുമായിട്ടും മിങ്കിളായിട്ട് സമാധാനവും, ഒരു തോക്ക് കാണും, പക്ഷേ തോക്കുണ്ടായിട്ട് കാര്യമില്ല, കൂളായിട്ട് വന്ന് നിന്നിട്ട് ഒരു കുത്തി കഴിഞ്ഞാൽ തീർന്ന കാര്യം, മനസ്സിലായില്ലേ? അതേപോലെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോഴിവർ വന്ന് നിന്നിട്ട് കത്തിയെടുക്കും, അങ്ങ് കഴുത്ത് കട്ടിക്കും, ആൾ ക്ലോസ് ആവും, മനസ്സിലായി? അപ്പോൾ അത് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ എവിടെയാണോ ആൾ കൂടുന്നത്, കാര്യം അവർ മരണം പ്രതീക്ഷിച്ചു, അവർ സൂയിസൈഡ് ബോംബ് പോലെയാണ്, എത്ര പേരെ കൊല്ലാം. ബോംബൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം ഈ ബോർഡർ കടന്നു വരുമ്പം ഇതാവും. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ പണിക്കാരായിട്ട് വന്നിട്ട്, സാധാരണയായിട്ട് വന്നിട്ട് കത്തി മേടിക്കും, അങ്ങ് കുത്തും. അങ്ങനെ ഇവർ ഒത്തിരി പേര് അത് പോയിട്ട് ടാക്സിയിൽ വരും, കാറിൽ വരും, അങ്ങനെ വന്നിട്ട് ഒരു കുടുംബത്തിലോട്ടോ ഒരു ആൾ കൂടി നിൽക്കുന്ന ഇതിലോട്ടോ ഇടിച്ചു കയറ്റും, മനസ്സിലായി? ഇങ്ങനെയൊക്കെയാണ് ഇവർ ഓരോന്ന്. പിന്നെ തോക്കുകൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വെടിവെക്കും, ആൾ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഒരു കൂടുതലും ഇത് വരുന്നത്, അല്ലാതെ ബോംബ് വന്ന് വീണിട്ട് ഇവിടെ കൂടുതലും മരണം ഉണ്ടായിട്ടില്ല. മരണം കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഈ കത്തിക്കുത്ത്, തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കുക, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് കയറ്റുക, ഇങ്ങനെയുള്ള മരണങ്ങളാണ് ഇവിടെ കൂടുതൽ നടന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പം ഇപ്പോഴത്തെ സംഭവം ഭയാനകമാണ്. നമ്മളെ ഇന്ത്യയിൽ കാശ്മീരിൽ നടന്നിരിക്കുന്ന സംഭവം ഭയാനകമാണ്. കാര്യം അവരിപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് പറയുമ്പം യുദ്ധം നടത്താതെ ഓരോ ആൾക്കാരെ, അതായത് സ്ലീപ്പർ സെല്ലിനെ എന്നുള്ള രീതിയിൽ കാണുന്ന ഇവരെ ഉറങ്ങിക്കിടക്കും, പെട്ടെന്ന് വന്ന് വെടിവെച്ചിട്ടങ്ങ് പോകും, മറിഞ്ഞ്. പക്ഷെ നമ്മളെ പട്ടാളക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ തീർന്നു. ഇത് ഇവിടെ അങ്ങനെ തോന്നുന്നത്, വരുന്നവരെ വെടിവെച്ചാൽ കൊല്ലും, ഇങ്ങനെ കുത്തിക്കുന്നത് ഒരു. അതേപോലെ നമ്മുടെ നാട്ടിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% ബോർഡർ കർശനമായിട്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ, നല്ല രീതിയിലുള്ള ബറ്റാലിയൻ വിട്ട് നമ്മൾ നല്ല സെക്യൂരിറ്റി ചെയ്തില്ല എങ്കിൽ, ഇതേപോലെ ഇനിയും മരണങ്ങൾ നടക്കും. ഇനി ഇത് നടന്ന് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. കാര്യം ഒരു വഴി അവർ കണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ അതവർ പിന്നും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള അടി അത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഇനിയും നമുക്ക് അവിടെ സുരക്ഷിതമായിരിക്കത്തില്ല. ഇനി വിദേശികൾക്കോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കോ വന്ന് പോകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാനിത് മുൻകൂട്ടി ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കാര്യമല്ല, പക്ഷേ യുദ്ധം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വികസിത രാജ്യമായിട്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വളർച്ച മുരടിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് 100% ഞാൻ പറയുന്നത്, നമ്മൾ യുദ്ധത്തിനോട് ആരും താല്പര്യം ഇതാക്കാതെ അതിന് പ്രതിവിധി കൊടുക്കത്തക്ക രീതിയിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ള ഇതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ്, അത്രയേ ഉള്ളൂ. പാവം മരിച്ചവർ അവർക്ക് എൻ്റെ കണ്ണീരാഞ്ജലി അല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇവിടെയും നമുക്ക് നടന്നിട്ടുണ്ട്, നമ്മൾ മരണം മുന്നിൽ കണ്ടിട്ടുണ്ട്, നമ്മളെ മുമ്പിലും വെച്ച് യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മൾ അവിടെ നടക്കുന്നതെന്ന്. അതുകൊണ്ട് അതിനെ ചെയ്തേ പറ്റത്തുള്ളൂ.